കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. സാധാരണ പലിശയിൽ നിക്ഷേപിച്ച ഒരു തുക 4 വർഷം കൊണ്ട് 40% വളർച്ച നേടുന്നു. അതേ പലിശ നിരക്കിൽ 15,000 രൂപ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന കൂട്ടുപലിശ എത്രയെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നുണ്ട് 4 വർഷം കൊണ്ട് എത്ര ശതമാനം വളർച്ച? 40% വളർച്ച. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, 1 വർഷം കൊണ്ട് എത്ര വളർച്ച എന്ന് ചോദിച്ചാൽ 40/4 10% വളർച്ച. 10% വളർച്ച എന്നല്ല പറയണ്ടേ, 10% പലിശ വന്ന് കയറി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഫാക്റ്റ് ഇതാണ്. ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര എന്ന് ചോദിച്ചാൽ 10%. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് എന്ത് കാണാൻ പറയുന്നു? കൂട്ടുപലിശ കാണാൻ പറയുന്നു. കൂട്ടുപലിശയുടെ ഷോർട്ട് കട്ട് എന്താ? 2 വർഷത്തെ കൂട്ടുപലിശയെ കാണണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കോഡ് 121 ആണ്. ആദ്യത്തെ കോഡിന് താഴെ നിക്ഷേപിച്ച തുക അതേപോലെ എഴുതി വെക്കുക. നിക്ഷേപിച്ച തുക എത്രയാണ്? 15,000 ആണ്. ഇനി രണ്ടാമത്തെ കോഡിന് താഴെ ഈ 15,000-ൻ്റെ 10%. 10% ആണല്ലോ പലിശ. ഒരു സ്ഥാനം മാറ്റി അങ്ങ് കുത്തിട്ടാൽ മതിയല്ലോ. 15,000-ൻ്റെ 10% എത്ര എന്ന് ചോദിച്ചാൽ അത് 1,500 ആണ്. ഇനി എന്താ? ഈ 1,500-ൻ്റെ 10% അടുത്ത സ്ലോട്ടിലേക്ക്. അപ്പം 15,000-ൻ്റെ 10% ഇങ്ങോട്ട്. ഇനി ഈ 1,500-ൻ്റെ 10% അടുത്ത സ്ലോട്ടിലോട്ട്. 1,500-ൻ്റെ 10% എത്രയാണ്? 150. പരിപാടി കഴിഞ്ഞല്ലോ. ഇനി എന്താ ചെയ്യുക? ക്യാഷും കോഡും കൂടെ ഗുണിച്ചെഴുതുക. 15,000 × 1 15,000 തന്നെ. 1,500 × 2 3,000 ആണ്. 150 × 1 150 ആണ്. ഇത്രയും ഓക്കെ ആണോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൂട്ടുപലിശ എത്ര എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ സ്ലോട്ട് ഒഴിവാക്കി ഈ 2 സ്ലോട്ടുകൾ കൺസിഡർ ചെയ്യുക. ആദ്യത്തെ സ്ലോട്ട് ഒഴിവാക്കി ഈ 2 സ്ലോട്ടുകളിൽ വരുന്ന വിലകൾ മാത്രം കൂട്ടി എഴുതുക. അപ്പോൾ ആൻസർ എത്രയാണ്? 3,000 150 കൂടെ കൂട്ടി ഇവിടെ എറേസ് ചെയ്യുന്ന കൂട്ടുപലിശ എത്രയെന്ന് ചോദിച്ചാൽ 3,150 ആണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.